ദൈവത്തിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചകൾ യാത്രയിലായിരുന്നല്ലോ. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. സമാധാനത്തോടെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് വരാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ ദൈവത്തിന് നന്ദിയായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സെമിനാരിയിലെ ഗ്രാജുവേഷൻ. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് സെമിനാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെയിരുന്നു. അതിന് പ്രാർത്ഥിച്ച എല്ലാ ദിവസവും സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ ചർച്ചിലുള്ളവർ. ഡെയിലി പ്രെയറിലും പ്രത്യേകമായി അല്ലാതെയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. നമ്മുടെ ചർച്ചിലെ ഒരു കുടുംബം നമ്മുടെ സെമിനാരി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അവരുടെ ഇയർലി ഫീസ് മുഴുവൻ അടച്ച് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു കുടുംബമുണ്ട് നമ്മുടെ ചർച്ചിൽ. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണല്ലോ. അതിൻ്റെ തുടർമാനമായി ഇന്ന് നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 28 വരെ ഉള്ള വാക്യങ്ങൾ. സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ, നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് ICUയുടെ മുമ്പിലൊക്കെ നിന്നവരാണ്. ഞാനും നിന്നിട്ടുണ്ട്. എൻ്റെ ഫാദറിനെ കൊണ്ടൊക്കെ ICUവിൻ്റെ മുമ്പിൽ നിന്ന സമയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഡോക്ടർ വന്നിട്ട് പറയും ഹോപ്പുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ. എന്നാൽ ചിലപ്പോഴൊക്കെ ഡോക്ടർ വന്നിട്ട് പറയും ഹോപ്പില്ല. എന്നാൽ ഹോപ്പുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കാം പെട്ടെന്ന് അവസ്ഥകളൊക്കെ മാറുന്നത്. ഹോപ്പില്ല എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും? നമ്മുടെ മനസ്സിനൊരു ഭാരമാവും, ഇല്ലേ? നമ്മുടെ പ്രാർത്ഥന കുറച്ച് പ്രാർത്ഥിക്കുമോ എനിക്കറിയില്ല. മനസ്സിൻ്റെ ധൈര്യത്തിനനുസരിച്ചിരിക്കും. എന്നാൽ ശക്തി ഇല്ലാതെ വരുമ്പോഴെന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥനയൊക്കെ ചെറിയ കുറയും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പുനരുത്ഥാനം ഉണ്ടെന്നറിയുമ്പോൾ അങ്ങനെ ഹോപ്പില്ല എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ്? ഒരു ധൈര്യമുണ്ട്. എന്നാൽ പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഹോപ്പില്ല എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കാം അവർക്ക് തോന്നുന്നത്? വളരെ നിരാശയാണ്. അന്നേരം പുനരുത്ഥാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പം കൊരിന്ത്യ ലേഖനത്തിൽ പുനരുത്ഥാനമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുനരുത്ഥാനം ഇല്ല. ഈ സഭയിൽ ദൈവം ഒത്തിരി ആത്മീയ വരങ്ങൾ നൽകിയ സഭയായിരുന്നു. ഒത്തിരി ആത്മീയമായി അവരെ ഉപയോഗിച്ച സഭയായിരുന്നു. എന്നാൽ ആ സഭയിൽ വളരെ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നം? അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. അവിടെ ആദ്യം മുതലേ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു, ഇല്ലേ? പിന്നെ ചില നേതാക്കന്മാരെക്കുറിച്ച് അല്ല ചില ദൈവദാസന്മാരെക്കുറിച്ച് അവർ വളരെ they were very proud, വളരെ സന്തോഷമായിരുന്നു, വളരെ അഭിമാനത്തോട് നോക്കിയതുകൊണ്ട് അവരുടെ പക്ഷം പിടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അതുമാത്രമല്ല, സ്വന്തം സഹോദരങ്ങൾക്കെതിരെ അവർ വ്യവഹാരം നടത്തുന്നവരായിരുന്നു. കോടതികളിൽ പോയി വ്യവഹാരം നടത്തുന്നവരായിരുന്നു. വളരെ ദുർനടപ്പ് ചെയ്യുന്ന ചിലരൊക്കെ ആ സഭയിലുണ്ടായിരുന്നു. ആരാധനയിൽ ഒരു ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു ആത്മീയമായ ഒരു അഹന്ത, ഇതൊക്കെ ഈ സഭയിലുള്ള ഒരു സംഭവത്തിൻ്റെ മധ്യത്തിലാണ് 1 കൊരിന്ത്യർ ലേഖനം 1-2 കൊരിന്ത്യർ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ഇത് കൊരിന്ത്യ സഭയുടെ മാത്രം പ്രശ്നങ്ങളല്ല. എവിടൊക്കെ ജനങ്ങൾ കൂടി വരുന്നോ, അത് ഭവനങ്ങളിലായിക്കൊള്ളട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എവിടെയൊക്കെ കൂടി വരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ എവിടെയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ എന്ന് 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ അവർ വിശ്വസിച്ചത് എന്താണ്? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല. How can some of you say there is no resurrection of the dead?
എന്നാൽ മനുഷ്യരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ രാജാവ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ജയം നൽകുന്നത്. ഹീ ഈസ് അവർ കിങ്, ഹീ ഈസ് അവർ ഹോപ്പ്, ഹീ ഈസ് അവർ വിക്ടറി. സ്തോത്രം. അപ്പോൾ പുനരുത്ഥാനമില്ല എന്ന് ചിന്തിക്കുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. പുനരുത്ഥാനമില്ലെങ്കിൽ മരണാന്തര ജീവിതമില്ലല്ലോ. മരണാന്തര ജീവിതമില്ലെങ്കിൽ ദർ ഇസ് നോ ഇറ്റേണിറ്റി. നിത്യതയില്ല. നിത്യതയില്ലെന്ന് പറയുമ്പോഴെന്താണ്? മരിച്ചിട്ട് ഉഴുത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ എനിക്ക് ന്യായവിധിയുമില്ലല്ലോ, എനിക്ക് ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കേണ്ടതില്ല. അപ്പോൾ എനിക്ക് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ക്രയവിക്രയങ്ങൾക്ക് ന്യായം ലഭിക്കേണ്ട ഒരു സമയമുണ്ട് എന്ന് ചിന്തിച്ചില്ലെങ്കിൽ, അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഇന്ന് എനിക്ക് എങ്ങനെയും ജീവിക്കാം, ആരുമില്ല എന്നോട് ചോദിക്കാൻ. അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകും. സാധാരണഗതി നാം എന്ത് വിശ്വസിക്കുന്നു, ഇവിടെ നമുക്ക് പറയാം ദൈവശാസ്ത്രം, തിയോളജി, ഇതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, ആ ദൈവത്തെ ഭയപ്പെടേണ്ടതാണ്, ദൈവത്തെ ആരാധിക്കേണ്ടതാണ് എന്നുള്ള ആ തിയോളജി, ആ ദൈവശാസ്ത്രം, ആ വിശ്വാസം അനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ആരാധനയും ജീവിതവും സ്വഭാവവും മനോഭാവവും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പുനരുത്ഥാനമില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അവരുടെ ആ സഭയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായതെന്ന്. പുനരുത്ഥാനമില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഞാൻ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം വരുന്നില്ല. സ്തോത്രം. എന്നാൽ പുനരുത്ഥാനമില്ല എന്ന് പഠിപ്പിച്ചവർ ചിന്തിച്ചവർ കൊരിന്ത്യ സഭയിൽ മാത്രമല്ലായിരുന്നു. അഥേനിയ എന്ന സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെ പുനരുത്ഥാനമുണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ ഉള്ള ചിലരൊക്കെ അപ്പോസ്തലനായ പൗലോസിനെ പരിഹസിച്ചെന്ന് പറയുന്നുണ്ട്. പരിഹസിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് സദൂക്യർ എന്ന് പറഞ്ഞ, പരീശരും സദൂക്യരും നമ്മളെപ്പോഴും ബൈബിളിൽ വായിക്കുന്നവരാണല്ലോ. സദൂക്യർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? വിശ്വസിച്ചത് പുനരുത്ഥാനം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്ത് അവർ വന്നൊരു കുരുക്കു ചോദ്യം ചോദിച്ചു. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അദ്ദേഹം മരിച്ചുപോയി. സഹോദരനെ വിവാഹം കഴിച്ചു, അദ്ദേഹം മരിച്ചു. അങ്ങനെ കുറേ സഹോദരന്മാരെ ആ സഹോദരി വിവാഹം കഴിച്ചു. പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് അവൾ ആരുടെ ഭാര്യയാകും എന്ന് യേശുവിനെ കുരുക്കി ചോദിക്കാൻ കാര്യം എന്താണ്? അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? പുനരുത്ഥാനം ഇല്ല എന്നാണ്. സ്തോത്രം. എന്നാൽ എഫെസോസ് സഭയിൽ 2 തീമോഥെയോസ് 2:16 മുതൽ 18 വരെ വായിക്കുമ്പോൾ ഹുമനിയോസും ഫിലത്തോസും ഒക്കെ ചിന്തിച്ചിരുന്നത് എന്താണെന്ന്, പുനരുത്ഥാനം കഴിഞ്ഞു എന്നാണ്. അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതില്ല, അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മാത്രമല്ല പലരുടെയും വിശ്വാസത്തെ അത് മറിച്ചു കളയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 2 തീമോഥെയോസ് 2 അധ്യായത്തിൽ പറയുന്നത്, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെ, അങ്ങനെയുള്ള പഠിപ്പീരുകൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ തിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ, വ്യക്തമായ ഒരു വിശ്വാസം നമുക്ക് വേണം. സ്തോത്രം. വ്യക്തമായൊരു വിശ്വാസം. ഈ 9 വാക്യങ്ങളിൽ എന്താണ് പരിശുദ്ധാത്മാവ് പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. അപ്പോൾ പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിച്ച് പഠിപ്പിക്കുന്ന, ജീവിക്കുന്ന കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമുക്ക് വായിക്കാം. 15 അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ
ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദ്യ ഫലം ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഒരു ഡിക്ലറേഷനാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ബട്ട് നൗ ക്രൈസ്റ്റ് ഈസ് റിസൺ ഫ്രം ദ ഡെഡ്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, ഉയർത്തിരിക്കുന്നു. അതൊരു ഡിക്ലറേഷനാണ്. അതുകൊണ്ട് എന്താണ്, നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. എന്താണ് നമ്മളുടെ ഉറപ്പ്? നമ്മളും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഇവിടെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിൻ്റെ നിശ്ചയമാണ്. എങ്ങനെ അറിയാം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് എന്ത് ചെയ്യാം? ഞാനും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യും? ക്രിസ്തുവിൽ മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമല്ല, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എന്തിന്? ന്യായവിധിക്കായി എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഇവിടെ ക്രിസ്തു നാം വായിക്കുന്നു, ക്രിസ്തു ആദ്യ ഫലം. ക്രിസ്തു ആദ്യ ഫലം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ആദ്യ ഫലം കൊണ്ടുവരുന്ന നമുക്ക് പല സഭകളിലുമുണ്ട്. ഒരു പ്രത്യേക പ്രവർത്തനമുണ്ടായിരുന്നു. ഈ ആദ്യ ഫലം, ക്രിസ്തു ആദ്യ ഫലം എന്ന് പറയുമ്പോൾ ആദ്യ ഫലം കൊണ്ട് ഫലം തീർന്നോ? ഇല്ല. ഹാർവസ്റ്റ്, ഫലമെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്രിസ്തു ആദ്യ ഫലമായി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച നമ്മളെല്ലാവരും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളുടെ മധ്യശരീരങ്ങളെ ജീവൻ നൽകി നമ്മളെയും ഉയർപ്പിക്കും. സ്തോത്രം. ഒന്ന് ദൈവത്തിന് നന്ദി പറയാമോ? കർത്താവേ, ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ ഉയർപ്പിക്കുമല്ലോ. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊരു നിശ്ചയമാണ്, ഒരു ധാരണയാണ്, ഒരു ഉറപ്പാണ്. എന്ത്? ഞാനും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. അതൊരു മുൻസൂചന എന്ന് പറയാം. ഇറ്റ്സ് എ പ്രിവ്യൂ. മുൻകൂട്ടി നമ്മളെ കാണിക്കുകയാണ്. എന്ത്? നമ്മൾ മരിച്ചാൽ, ക്രിസ്തുവിൽ മരിച്ചാൽ നാം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു ആദ്യ ഫലം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിരിക്കാം, ഏലിശ ഒരു കുട്ടിയെ ഉയർപ്പിച്ചില്ലേ? ലാസറിനെ ഉയർപ്പിച്ചില്ലേ? നയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചില്ലേ? പിന്നെ എങ്ങനെ ക്രിസ്തു ആദ്യ ഫലമെന്ന് പറയാൻ സാധിക്കും? സ്തോത്രം. അവരെല്ലാം ഉയർത്തെഴുന്നേറ്റു, പക്ഷെങ്കിൽ അവരെല്ലാം പിന്നെയും മരിച്ചു. അവരിന്നും അവരുടെ കല്ലറയിൽ വിശ്രമിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ കല്ലറയോ തുറക്കപ്പെട്ട കല്ലറയാണ്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, പിന്നെ അവൻ മരിച്ചിട്ടില്ല. സ്തോത്രം. അന്നേരം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മൾക്ക് ഒരു ഉറപ്പാണ്. എന്ത്? അവൻ മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. അത് നമ്മുടെ പ്രത്യാശയാണ്. അത് നമുക്ക് ധൈര്യം നൽകുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിനെ പോലെ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതായതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? വിശുദ്ധിയിൽ നാം ജീവിക്കേണ്ടതാണ് എന്ന് നമ്മളെ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കാം. ധൈര്യവും ഉറപ്പും പ്രത്യാശയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? വിശുദ്ധിയോട് ഞാൻ ജീവിക്കേണ്ടതാണ്. ഇന്ന് നാം വിശുദ്ധിയോട് ജീവിക്കേണ്ടതാണ്. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ? ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. രണ്ടാമതായിട്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ഇന്നും വാഴുകയാണ്. ഹീസ് റൂളിങ്, ഹീസ് റെയിനിങ്. അവൻ ഇപ്പോഴും വാഴുന്നു. സ്തോത്രം. 24-25 വാക്യം എന്ന് വായിക്കാം. 24-25 വാക്യം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. അന്ന് അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും നീക്കം വരുത്തും. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. സ്തോത്രം.
പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ട് യേശു വാഴും എന്ന് പറഞ്ഞാൽ അവൻ ഫ്യൂച്ചർ ടെൻസാണ്, ഭാവി കാലത്തിൽ യേശു വാഴും. എന്നാൽ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു, അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്ന് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ഈസ് റൂളിങ്. യേശു ഇന്നും വാഴുകയാണ്. അവൻ നമ്മുടെ രാജാവായി വാഴുകയാണ്. രാജാവായി വാഴും എന്ന് പറയുമ്പോൾ എന്താണ്? നാം അവന് സമർപ്പിക്കേണ്ടതാണ് നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ പ്ലാനുകളെ എല്ലാം എന്താണ്? നാം ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ്. ഇറ്റ്സ് പ്രസന്റ് ടെൻസ്. അവൻ ഇന്നും വാഴുന്നു. അപ്പം നമ്മൾ ചിന്തിച്ചിരിക്കാം, കർത്താവേ, ഇന്ന് അവൻ വാഴുന്നെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറാത്തത്? സ്തോത്രം. ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് ഉറപ്പ് വേണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. സ്തോത്രം. അവൻ അവസരങ്ങളെ, സാഹചര്യങ്ങളെ മാറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യും? അവൻ നമ്മെ മാറ്റി അവനെ പോലെ ആക്കി തീർക്കും. അവൻ ഇന്നും എന്താണ്? അവൻ ഇന്നും വാഴുന്നു. ഹീ ഈസ് ഓൺ ദ ത്രോൺ. അവൻ ഇന്നും വാഴുന്നു. സ്തോത്രം. അത് മാത്രമല്ല, ഹീ ഈസ് സ്റ്റിൽ ആക്റ്റീവ്. ഇന്നും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത്? അവൻ ആരെയൊക്കെയാണ് കാൽ കീഴാക്കുന്നത്? സകല ശത്രുക്കളെയും. ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ശക്തിയും. എല്ലാ വാഴ്ചകളും അധികാരത്തിനും ശക്തിയും നീക്കം വരുത്തും. ആൻഡ് ഫൈനലി ഡെത്ത്. ഒടുക്കത്തെ ശത്രുവായ മരണവും നീക്കപ്പെടും. സ്തോത്രം. എന്തുകൊണ്ടാണ് മരണത്തെ നീക്കുന്നത്? മരണം നമ്മുടെ ശത്രുവാണ്. മരണം നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ഭാരമുണ്ടാകും, ഇല്ലേ? നമ്മുടെ ഫ്രണ്ടല്ല മരണം. ഒരിക്കലും നമ്മൾ പറയത്തില്ല മരണമേ വന്നോ എന്ന് പറഞ്ഞ് നമ്മൾ കഥവൊന്നും തുറന്നു കൊടുക്കാറില്ല. മരണം വരുമെന്നറിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കഥവെല്ലാം പൂട്ടിയിടും, ഇല്ലേ? ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ടേലും പൊക്കോ എന്ന് പറഞ്ഞ് പൂട്ടിയിടും. കാരണം എന്താണ്? ഡെത്ത് ഈസ് നോട്ട് എ ഫ്രണ്ട്, ഇറ്റ്സ് എ എനിമി. യേശു എന്താണ്? ഒടുക്കത്തെ ശത്രുവായി മരണത്തെ നീക്കിക്കളയും. സ്തോത്രം. യേശു തന്നെ ലാസർ മരിച്ച സമയത്ത് അവരുടെ കൂടെയുള്ളവരെല്ലാം കരയുന്ന കണ്ടിട്ട് യേശുവും കരഞ്ഞു. അപ്പോൾ മരണം എന്താണ്? നമുക്ക് ദുഃഖം കൊണ്ടുവരും, നമുക്ക് ബുദ്ധിമുട്ട് കൊണ്ടുവരും. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, തോൽക്കപ്പെട്ട ഒരു ശത്രുവാണ് മരണം. യേശു തോൽപ്പിച്ച ഒരു ശത്രുവാണ് മരണം. മരണം നമ്മുടെ ശത്രുവാണെങ്കിലും മരണം യേശു തോൽപ്പിച്ച ശത്രുവാണ്. ഒരു ദിവസം മരണമില്ലാത്ത ഒരവസ്ഥയിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുവരും. എന്നാൽ മരണം തോൽക്കപ്പെട്ട ഒരു നമ്മുടെ ശത്രുവാണ് മരണം. സ്തോത്രം. കാരണം എന്താണ്? യേശു മരണത്തെ ജയിച്ചു. മരണത്തെ ജയിച്ചത് കൊണ്ട് യേശു മരണത്തെ തോൽപ്പിച്ചു. അങ്ങനെയുള്ള കൊണ്ട് എന്താണ്? നാമം ഉയർത്തെഴുന്നേൽക്കും. യേശു ഇന്നും വാഴുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ അവർ ഡെയിലി ബ്രെഡ് വായിച്ച സമയത്ത് ഒരു കഥ സാധാരണ ആരംഭത്തിലുണ്ടല്ലോ. ഒരു പെൺകുട്ടിയുടെ കഥ വായിച്ചു. ആ കുട്ടി ജീവിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ഇല്ലീഗലായിട്ടുള്ള ഒരു രാജ്യത്താണ്. എങ്ങനെയോ അവൾ യേശുവിനെക്കുറിച്ച് അറിഞ്ഞു. അവൾ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അവളുടെ സഹോദരനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ആ സഹോദരന് ആ വരുവായകളെക്കുറിച്ച് ചിന്തിച്ചിട്ട് യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ സഹോദരന് ഒരു ലങ്സിന്, ശ്വാസകോശത്തിന് ഒരു വലിയ പ്രയാസമുണ്ടായി. ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, തന്നെയാണ്, ICUയിലാണ്, ശ്വസിക്കാൻ സാധിക്കുന്നില്ല. യേശുവേ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ കേട്ടാൽ അത് അവന് പ്രയാസമുണ്ടാക്കുന്ന, പ്രതികൂലമുണ്ടാക്കുന്ന അവസ്ഥയായതുകൊണ്ട് അവൻ യേശുവേ എന്ന് വിളിച്ചില്ല. പക്ഷെ ഇങ്ങനെ വിളിച്ചു, എൻ്റെ സഹോദരിയുടെ ദൈവമേ എന്നെ സഹായിക്കണേ. ആ കഥയിൽ ഞങ്ങൾ വായിച്ചത്, അവൻ വലിയൊരു സമാധാനം അനുഭവിച്ചു. അവൻ ശ്വസിക്കാൻ തുടങ്ങി. ആ ICUയിൽ, ആ ഇരുണ്ട് കിടന്ന ആ മുറിയിൽ ദൈവത്തിൻ്റെ വെളിച്ചം അവൻ അനുഭവിച്ചു. അപ്പോൾ ഒരു വിളിപ്പുറത്തേ ഉള്ളൂ യേശുവേ എന്ന് വിളിച്ചില്ലെങ്കിലും അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ,
യാക്കോബിൻ്റെ ദൈവമേ എന്നായിരുന്നല്ലോ പഴയ നിയമത്തിൽ വിളിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, എൻ്റെ അമ്മയുടെ ദൈവമേ, എൻ്റെ അച്ഛൻ്റെ ദൈവമേ, എൻ്റെ സഹോദരിയുടെ ദൈവമേ, എൻ്റെ കൂട്ടുകാരൻ്റെ ദൈവമേ എന്ന് വിളിക്കത്തക്കവണ്ണം ആ ദൈവത്തിൽ വിശ്വാസം ഉറപ്പിക്കാൻ. കാരണം എന്താണ്? അവൻ ഇന്നും വാഴുന്നു, അവൻ ഇന്നും വാഴുന്നു. മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ രാജാവ്, മരണത്തെ തോൽപ്പിച്ചവനാണ് നമ്മുടെ രാജാവ്. സ്തോത്രം. എൻ്റെ ഫാദർ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഉണരുന്നത് ഞാൻ ഈ പാട്ട് പാടിയാണ്, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ആ പാട്ട് പാടിയാണ്. പക്ഷേ അന്ന് ICU ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, വ്യത്യാസമുണ്ട് കേട്ടോ, നാളെ ആകുമ്പോഴത്തേക്ക് റൂമിൽ കൊണ്ടുവരാം, ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. എന്നാൽ 4 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ മരിച്ചുപോയി. ഫാദറിൻ്റെ ബോഡി എൻ്റെ സഹോദരിമാരും ഞങ്ങളെല്ലാവരും കൂടെ വന്നു. ഫാദറിൻ്റെ ബോഡി വന്നു. പ്രാർത്ഥിച്ചിറങ്ങാനായിട്ട് പോയപ്പം രാവിലെ ഞാൻ പാടിയ പാട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഉയർപ്പിൻ ജീവനാൽ നിത്യാജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യാജീവൻ നൽകും, കർത്താവിനോടു കൂടെ ഞാൻ നിത്യാവസമമേ, കർത്താവിനോടു കൂടെ ഞാൻ നിത്യാവസമമേ. അവനിടം വിട്ടു ശരീരബദ്ധനായി, അവനിടം വിട്ടു ശരീരബദ്ധനായി, ലോകേ അലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുമേ, ലോകേ അലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. ഇതാണ് നമ്മുടെ പ്രത്യാശ. കാരണം എന്താണ്? യേശു ഇന്നും രാജാവായി വാഴുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു, സകലത്തെയും കാൽക്കീഴാക്കിയ യേശു, മരണത്തെ, ഒടുക്കത്തെ ശത്രുവായി മരണത്തെ നീക്കിക്കളഞ്ഞ യേശു ഇന്നും രാജാവായി വാഴുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ടതുമില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താണ്? യേശു രാജാവായി വാഴുന്നു. പ്രശ്നങ്ങൾ വരുമോ? പ്രശ്നങ്ങൾ വരും. ബുദ്ധിമുട്ടുകൾ വരുമോ? ബുദ്ധിമുട്ടുകൾ വരും. കഷ്ടത വരുമോ? കഷ്ടത വരും എന്ന് വിചാരിച്ച് കർത്താവ് നമ്മൾ അകന്നു പോകുന്നില്ല. കർത്താവ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, രാജാവായ ക്രിസ്തു എന്നും നമ്മോടൊപ്പം നമുക്ക് വേണ്ടി വാഴുന്നു, നമ്മുടെ മുകളിൽ വാഴുന്നു. സ്തോത്രം. മൂന്നാമതായിട്ട് നാം കാണുന്നത് 27 മുതൽ 28 വരെയുള്ള വാക്യം. ക്രിസ്തു ഇതെല്ലാം എന്തു ചെയ്യും? ദൈവത്തിന് സകലവും ആകേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. 27ഉം 28ഉം വാക്യമൊന്ന് വായിക്കാം. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കീഴിലാണ് ക്രിസ്തു. എന്നാൽ ഈ സകല ശത്രുവിനെയും കീഴ്പ്പെടുത്തിയ ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ദൈവത്തിനാണ്. ഇത് നമ്മൾ ട്രിനിറ്റി, തൃത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുത്രൻ എപ്പോഴും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ആ പുത്രൻ എന്തു ചെയ്യും? സകലവും, പിതാവ് സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെടുത്തും. സ്തോത്രം. അപ്പോൾ മഹത്വവും മാനവും എല്ലാം ആർക്കാണ്? ദൈവത്തിനാണ്. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, യേശുവിൻ്റെ ഇഹലോക ശുശ്രൂഷയിൽ, ഇഹലോക ജീവിതത്തിൽ യേശുവിന് ഇത് തന്നെയായിരുന്നു ലക്ഷ്യം. പിതാവ് മഹത്വപ്പെടണം. അത് നാം വായിക്കുന്നുണ്ട്. ഫാദർ, ഗ്ലോറിഫൈ യുവർ നെയിം, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. യേശു അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ എന്നെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തിയും ചെയ്തു അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തിയിരിക്കുന്നു, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു രാജാവായി വാഴുമ്പോൾ തന്നെ
നാം മനസ്സിലാക്കേണ്ടത്, യേശു എല്ലാം മഹത്വവും മാനവും പിതാവിന് നൽകുന്നു. എല്ലാ മഹത്വവും മാനവും പിതാവിന് നൽകുന്നു. എല്ലാം പിതാവിന് നൽകി പിതാവിൻ്റെ നാമം മഹത്വപ്പെടത്തക്കവണ്ണം യേശു എല്ലാം നല്ലതായി ചെയ്യുന്നു. സ്തോത്രം. നാം ഇവിടെ വായിച്ചത്, യേശു ആദ്യ ഫലമായി ഒന്നാമത്തെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്, ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്തിന്? നാമും അവൻ്റെ വരവിങ്കൽ വിശ്വാസികളായ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടും. എന്നിട്ട് എന്തു ചെയ്യും? അവസാനം വരും. എന്നാൽ ഇപ്പോഴെന്താണ്? ക്രിസ്തു വാഴുന്നു. ഹീസ് റെയിനിങ്, ഹീസ് റൂളിങ്. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും മരണത്തെയും എല്ലാം എന്തു ചെയ്തു? യേശു കീഴ്പ്പെടുത്തി. യേശു അവരിൽ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് എല്ലാ മഹത്വവും മാനത്തിനും വേണ്ടി ഇതെല്ലാം പിതാവായ ദൈവത്തിന് യേശു സമർപ്പിക്കുന്നു. പുത്രൻ താനും സകലവും താൻ കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെടുത്തും. എല്ലാം ദൈവത്തിന് കൊടുക്കും. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21-23 നാം വായിക്കുന്നുണ്ട്. റെവലേഷൻ 21-23, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അപ്പോൾ ആ ദൈവ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം അന്ത്യകാലത്ത് പുതിയ യെരൂശലേം, പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്നു, ഇല്ലേ? അതിനെന്താണ്? താൻ കീഴ്പ്പെടുത്തി കൊടുത്ത എല്ലാം എന്ത് ചെയ്തു? ദൈവത്തിന് കർത്താവ് ക്രിസ്തു കീഴ്പ്പെടുത്തുന്നു. സ്തോത്രം. ഇനിയും 21 വാക്യത്തിൻ്റെ 3 വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. സ്തോത്രം. ഇന്ന് നാം ഭാഗികമായി നാം കാണുന്നു, മരണം നീങ്ങിപ്പോയി എന്ന് കാണുന്നെങ്കിലും ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്ന, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത ഒരു സമയമുണ്ട്. അതാണ് പുതിയ യെരൂശലേം, പുതിയ ഭൂമി, പുതിയ ആകാശം. സ്തോത്രം. അതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. നാം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. സ്തോത്രം. ദൈവത്തോടുകൂടുമുള്ള നിത്യമായ വാസത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് എന്ന് പഠിപ്പിച്ച കൊരിന്ത്യ സഭയിൽ പല പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും. അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നിട്ട് ഞാൻ എവിടെ കിടന്നാലും, എവിടെ കിടക്കും എന്നുള്ള വിഷയമല്ല, എവിടെ കിടന്നാലും ഞാൻ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കും? സ്തോത്രം. തെറ്റായ ദൈവശാസ്ത്രം തെറ്റായ ജീവിത രീതിയിലോട്ട് നമ്മളെ നയിക്കും. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കണം. ഒന്നാമത് നമുക്ക് നാം പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മുടെ പ്രത്യാശ ഇല്ലാതാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു വന്നൊരുന്ന് കൈവെക്കാമോ? എനിക്ക് വന്നേ. നമുക്കെല്ലാവർക്കും വരും, ഇല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ സ്റ്റഡി ചെയ്യുമായിരുന്നു. ഹൗ ടു ഓവർകം ഡിസൊല്യൂഷ്മെൻറ്റ്, അതായിരുന്നു. ആ പാഠത്തിനകത്ത് ഡിസൊല്യൂഷ്മെൻറ്റ് എന്നുള്ള വാക്ക്, ഇംഗ്ലീഷിലുള്ള വാക്ക് രണ്ടാക്കാം. ഇലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മായയാണ്, ഇല്ലേ? ഡിസ് എന്ന് പറഞ്ഞാൽ ഗോയിങ് എവേ ആണ്. ഡിസ്ഇലൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? മായയിൽ നിന്ന് മാറിപ്പോകുക എന്നുള്ളതാണ്. പക്ഷേ ഡിസൊല്യൂഷൻ പലപ്പോഴും നമുക്ക് എന്താണ്? ആ ഡിസപ്പോയിൻമെൻറ്റിലോട്ടാണ് നയിക്കുന്നത്. എൻ്റെ വേർഡ് മനസ്സിലായോ? ഡിസ്ഇലൂഷൻ ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കിയാൽ മതി. ഇലൂഷൻ മായ. ഡിസ് എന്ന് പറയുമ്പോൾ ഗോയിങ് എവേ ഫ്രം മായയാണ്, അല്ലേ? പക്ഷെ നമ്മൾ ഡിസൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആവും. ശരിയാണ്. ഡിസൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആവും.
ആ വേർഡ് തന്നെ നമുക്ക് കൺഫ്യൂഷനായി ഇപ്പം. ആ വേർഡ് ശരിക്കുമുള്ള വേർഡ് അതിൻ്റെ മീനിങ്ങിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആവും. പ്രത്യാശ കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്. കാരണം എന്താണ്? എന്നെ രക്ഷിച്ച എൻ്റെ യേശു മരണത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിക്കും. എനിക്കൊരു നിത്യതയുണ്ട്. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഇവിടുത്തെ പ്രയാസവും ദുഃഖവും കണ്ണുനീരും കൊണ്ട് തീരുന്നതല്ല എൻ്റെ ജീവിതം. മറിച്ച് എന്താണ്? എനിക്കൊരു നിത്യതയുണ്ട്. ദിസ് ഈസ് അവർ ഹോപ്പ്. നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം, ഒരു പ്രത്യാശ. പ്രത്യേകിച്ച് അമ്മമാരോട് സഹോദരിമാരോടും ഞാൻ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രത്യാശ ഒരു കണ്ടേജിയസ് ആയിരിക്കണം. അയ്യോ എൻ്റെ മമ്മി ഞാനൊന്നും പഠിച്ചില്ലേ എന്ന് പറയുമ്പോൾ, അയ്യോ എന്നാ മോനെ തോറ്റുപോകും എന്ന് പറയുന്നതിന് പറയുന്നതാണ്, സാരമില്ല കുറച്ച് നേരം കൊണ്ടിരുന്ന് മമ്മി പ്രാർത്ഥിച്ചോളാം, പോയി പരീക്ഷ എഴുതിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിലുള്ള പ്രത്യാശ മറ്റുള്ളവരിലേക്ക് പകരുകയാണ്. സ്തോത്രം. ഇറ്റ്സ് എ കണ്ടേജിയസ് ഹോപ്പ്. കാരണം എന്താണ്? യേശു ഇന്ന് വാഴുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ വാഴുന്നു. സ്തോത്രം. വി സെർവ് എ ലിവിങ് ഗോഡ്, വി സെർവ് എ കിങ്. എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയ ഒരു രാജാവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ രാജാവായതുകൊണ്ട് അവൻ്റെ ആജ്ഞകൾക്കും അവൻ്റെ ഇഷ്ടത്തിനും നാം എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തി കൊടുക്കണം, നമ്മെ തന്നെ കീഴ്പ്പെടുത്തണം. യേശു പ്രാർത്ഥിച്ചില്ലേ? എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. സ്തോത്രം. നാം എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. ഏതാണ് അനുസരിക്കേണ്ടത്? 1-ാം അധ്യായം ഇഷ്ടപ്പെട്ടു, അതനുസരിക്കാം. 3-ാം അധ്യായം ഇഷ്ടപ്പെട്ടില്ല, അതനുസരിക്കേണ്ട. 4-ാം അധ്യായം ഇഷ്ടപ്പെട്ടു, അതനുസരിക്കാം. പിന്നെ അടുത്ത പുസ്തകം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതനുസരിക്കുന്നില്ല. അങ്ങനെയാണോ? അല്ല. യേശു പറയുന്നത് എല്ലാം എന്ത് ചെയ്യണം? നാം അനുസരിക്കണം. കാരണം എന്താണ്? അവൻ നമ്മുടെ രാജാവാണ്. അവൻ നമ്മുടെ ജീവിതത്തിലുള്ള അധികാരമുണ്ട്. എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേലുമുള്ള അധികാരം എന്താണ്? യേശുവിനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതചര്യകൾ തന്നെ എന്ത് ചെയ്യും? അതിനെ സ്വാധീനിക്കും. എന്തുടുക്കണം, എന്ത് തിന്നണം, എവിടെ ഇരിക്കണം, എവിടെ നടക്കണം, എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് പറയരുത് എന്നെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നതാണ് യേശു എൻ്റെ രാജാവായതുകൊണ്ട്. അത് പറയാൻ പാടില്ല, അത് ചിന്തിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ നടക്കാൻ പാടില്ല, ഇവരുടെ കൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആരാണ്? യേശു എൻ്റെ രാജാവായതുകൊണ്ട്. പ്രത്യാശ മാത്രമല്ല, മറിച്ച് എന്താണ്? രാജാവായ യേശുവിനോടുകൂടെ ഞാനൊരു സമർപ്പണം, എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം. എല്ലാ അവസ്ഥകളിലും സമർപ്പിക്കുന്നു. അതുമാത്രമല്ല, നമുക്കൊരു ധൈര്യം ദൈവം നൽകിത്തരും. പ്രത്യാശ മാത്രമല്ല, എന്താണ്? ഒരു ധൈര്യം. ജീവിതത്തെ അഭിമുഖീകരിക്കാനൊരു ധൈര്യം. ഒറ്റയ്ക്കൊക്കെ പല ജീവിത സാഹചര്യങ്ങൾ തന്നെ നിന്നവരാണ് നമ്മൾ പലരൊക്കെ. ആരും നമ്മളോടുകൂടെ ഇല്ലാതിരുന്ന സമയത്ത് പല കാര്യങ്ങളും തന്നെ ചെയ്തവരാണ്. നമ്മുടെ ധൈര്യമല്ലായിരുന്നു, മറിച്ച് എന്താണ്? യേശുവിൻ്റെ ധൈര്യമായിരുന്നു. യേശുവിൻ്റെ ധൈര്യം. തോൽവിയെയൊക്കെ, കഷ്ടതയൊക്കെ, പ്രയാസങ്ങളെയൊക്കെ സന്തോഷത്തോട് നാം അഭിമുഖീകരിച്ചവരല്ലേ. പ്രയാസമുണ്ടായിരുന്നു, കഷ്ടതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തോറ്റോടിപ്പോയവരല്ലല്ലോ നമ്മൾ ജയിച്ചവരാണ്. ആ ധൈര്യം എവിടെ നിന്നാണ് നമുക്ക് തരുന്നത്? ആ ബലം എവിടെ നിന്നാണ് തരുന്നത്? ജീവിക്കുന്ന ക്രിസ്തു. ഇന്നവൻ ജീവിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കുന്നു. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല, എൻ്റെ കണക്കുകളെല്ലാം ഇവിടം കൊണ്ട് ക്ലോസ് ചെയ്യുന്നില്ല, മറിച്ച് അവിടെയും എൻ്റെ കണക്കിന് ബാക്കി കൂലിയുണ്ട് എന്നുള്ള ഓർമ്മ വരുമ്പോൾ എന്തു ചെയ്യും? നമ്മുടെ ജീവിതത്തിന് ദൈവം ധൈര്യം തരും. സ്തോത്രം. അടുത്തതായി, മരണത്തെ നാം ഭയപ്പെടരുത് കേട്ടോ. മരണം നമ്മുടെ അവസാനമല്ല. മരണം നമ്മളെ അഭിമുഖീകരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണത്തെ അഭിമുഖീകരിക്കേണ്ട സമയത്തും നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ഞാൻ മരണത്തെ ഭയപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ചെറുപ്പത്തിലേ മരിക്കും. സാധാരണ അച്ഛനമ്മമാർ നേരത്തെ മരിച്ചവരോടൊന്ന് ചോദിച്ചാൽ മതി, അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, അവരും നേരത്തെ മരിച്ചു പോകുമെന്നൊരു ചിന്തയുണ്ട്. അപ്പം ഞാനും ചിന്തിച്ചു ഞാനും നേരത്തെ മരിച്ചു പോകുമായിരിക്കാം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല എൻ്റെ അമ്മ മരിച്ചു പോയതായിരുന്നുള്ള കാര്യമേ പറഞ്ഞിരുന്നില്ല. അത് ഞാൻ ഒളിച്ചു വെച്ചിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. എന്നോട് ഒരു ദിവസം എൻ്റെ മോൻ എന്നോട് ചോദിച്ചു അതാരാന്ന്. ഞാൻ പറഞ്ഞു അത് ഈ അമ്മച്ചിയാന്ന് പറഞ്ഞു.
ഞങ്ങൾക്കിപ്പോൾ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, ഈ അമ്മച്ചി അതെന്ന് അത് ഒരുപോലെ ഇരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അതേ, ആ അമ്മച്ചിയുടെ കയ്യിൽ ഒരു ക്യാമറ ഇല്ലേ, അതുകൊണ്ടാണ് ഒരുപോലെ തോന്നാത്തത്. കൊച്ചു പിള്ളേരാവാൻ കളിപ്പിക്കാമല്ലോ. അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു. ഓക്കെ, അവനതങ്ങ് സമ്മതിച്ചു. എന്നാൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. മരണത്തെ ഭയപ്പെടേണ്ടതില്ല, മരണത്തെ ജയിച്ചൊരു യേശുവുണ്ട്, മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണത്തോടുള്ള ഭയം നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. മരണഭയം നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്ന് ദൈവാത്മാവ് ഒരു മീറ്റിങ്ങിൽ പരസ്യമായി അവർ വിളിച്ചു പറഞ്ഞു. ഞാൻ അന്ന് എന്നെ സമർപ്പിച്ചു. എനിക്ക് മരണഭയമുണ്ടെന്നുള്ളത് അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ല എനിക്കൊരു മരണഭയമുണ്ടെന്ന്, അവർക്കും അറിയില്ല. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം കേട്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു, ഞാൻ സമർപ്പിച്ചു, എനിക്ക് മരണഭയം ഇല്ല. അതിനുശേഷം പിറ്റേ ആഴ്ച എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അടുത്തിരുത്തി. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരമ്മയുണ്ടായിരുന്നു വേറെ, ആ അമ്മ മരിച്ചുപോയി. ഞാൻ ഭയപ്പെട്ട അതേ ചോദ്യമാണ് 5 വയസ്സുള്ള എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ നേരത്തെ അന്നേരം മരിക്കുമോ? ഈ ചോദ്യം ഭയപ്പെട്ടാണ് ഞാൻ മക്കളോട് പറയാതിരുന്നത്. എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മരിക്കത്തില്ല, ചെറുപ്പത്തിലേ ഞാൻ മരിക്കത്തില്ല. എൻ്റെ 3 സഹോദരിമാരും എൻ്റെ അമ്മ മരിച്ച പ്രായത്തേക്കാളും 10 വർഷത്തിലധികം ജീവിച്ചു കഴിഞ്ഞു. സ്തോത്രം. മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല. മരണത്തിന് നമ്മുടെ മേൽ ലാസ്റ്റ് വേർഡ് ഇല്ല. കാരണം എന്താണ്? യേശു മരണത്തെ ജയിച്ചവനാണ്. മരണത്തെ ജയിച്ചവനാണ്. അവസാനമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. അങ്ങനെയാണ് 1 തീമോഥെയോസ് നമ്മൾ വായിക്കുന്നത്. ഫൈറ്റ് എ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത് വിത്ത് കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? ജയിച്ചവൻ്റെ പുറകെയാണ് ഞാൻ പോകേണ്ടത്. ഞാനും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിലാണ് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ട്, 2 തീമോഥെയോസിൽ അവസാനം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. സ്തോത്രം. നമ്മുടെ ജീവിതം പാപം നമ്മുടെ മുമ്പിൽ വരും. ഭയം നമ്മുടെ മുമ്പിൽ വരും. നമ്മുടെ ബലഹീനത നമ്മുടെ മുമ്പിൽ വരും. നമ്മുടെ ഓട്ടം ഇല്ലാതാക്കാൻ, നമ്മുടെ പോരാട്ടം ഇല്ലാതാക്കാൻ നമ്മളെ ശ്രമിക്കും. അപ്പോഴെല്ലാം എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. കാരണം എന്താണ്? ക്രിസ്തു എല്ലാ ശത്രുവിനെയും ജയിച്ചവനാണ്. ഹി ഹാസ് ഡിഫീറ്റഡ് ഓൾ എനിമീസ്. ആ തോറ്റ ശത്രുവിനോടാണ് നാം പോരാടുന്നത്. മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം യേശു ജയിച്ചു. ആ തോറ്റ ശക്തിയോടാണ് ഞാൻ ഇന്ന് പോരാടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വിശ്വാസത്തിൻ്റെ നല്ല പോർ, ദൈവത്തിലുള്ള ആശ്രയത്തോട് ഉറപ്പോടെ നാം പോരാടുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പോരാടുക. സ്തോത്രം. അപ്പോൾ എങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും? നമുക്ക് ചിന്തിക്കാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം എങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും? നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ രൂപാന്തരപ്പെടുത്തും? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആരാണ്? നമ്മളുടെ പ്രത്യാശ. ഹീസ് അവർ ഹോപ്പ്. ഒന്ന് പറയാമോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ പ്രത്യാശയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ രാജാവാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ വിജയമാണ്. ഒന്ന് പറയാമോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ പ്രത്യാശയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ രാജാവാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ വിജയമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് തുടർമാനം 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ അതിൻ്റെ 57-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.